ആരെങ്കിലും പാവലിന്റെ ഇല കറി വെച്ചിട്ടുണ്ടോ? നല്ലതാ, കറി വെച്ച് നോക്കൂ കേട്ടോ. പറമ്പിൽ നിന്ന് തന്നെ പറിച്ച പാവലിന്റെ അത്യാവശ്യം തളിര ഇല നോക്കിയിട്ടാ നമ്മൾ എടുത്തേക്കുന്നത്. നല്ല രസമുള്ള ഒരു ഒഴിച്ചുകറിയാ. വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറ. ഞാൻ ഒരു പിടുത്തം പാവലിന്റെ ഇല എടുത്തിട്ടുള്ള നല്ല ഇല നോക്കിയിട്ട് രാവിലെ പറിച്ചെടുത്താണ്. നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കാന്താരിമുളക് ഒരു 5-6 കാന്താരിമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി, അരപ്പിന് വേണ്ടുന്നത് അരമുറി തേങ്ങ എടുത്തിട്ടില്ല, അതിന്റെ പകുതി. കുറച്ച് ചെറിയുള്ളി, ഒരു 3 പച്ചമുളക്, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 2 അല്ലി വെളുത്തുള്ളി. അപ്പൊ നമുക്ക് അത് അരയ്ക്കാനുള്ളതാണ്. ആദ്യം നമുക്ക് പാൻ എടുത്ത് അടുപ്പ് വെച്ചു. സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ചെറിയുള്ളി 10-12 ചെറിയുള്ളി അരിഞ്ഞതാ കേട്ടോ, അതൊന്ന് ഇട്ട് കൊടുത്തേക്കാം. ചെറിയുള്ളിക്കകത്തോട്ട് കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ടേക്കാവേ. ചെറിയുള്ളിയൊക്കെ ഒന്ന് വഴന്നു വന്നോട്ടെ. ആ സമയത്ത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാവേ. ചെറിയുള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് 4 കാന്താരിമുളക് ചതച്ചത്, അതുപോലെ തന്നെ നമ്മളുടെ ചെറിയ ഒരു തക്കാളിയും കൂടെ, ഇതൊന്ന് വഴന്നോട്ടെ. വേഗം പണി തരൂ കേട്ടോ. അരപ്പൊക്കെ അരച്ചതാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടേ. ചെറിയുള്ളിയും തക്കാളിയും എല്ലാം നല്ല പോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ പാവലിന്റെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. മുറിക്കൊന്നും വേണ്ട, വെറുതെ അങ്ങനെ ഇട്ടാ മതി. കണ്ടോ, ഇലയൊക്കെ ഒന്ന് വാടി വന്നു കേട്ടോ. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പില്ലേ, അതൊന്ന് അരച്ച് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് വെള്ളവും കൂടെ ചേർക്കണേ. ഇതാ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ, ഇച്ചിരി വെള്ളം കൂടെ. ഓക്കെ, ഉപ്പൊന്ന് നോക്കണേ. നുള്ളുപ്പും കൂടെ വേണം. ഇതൊന്ന് ചൂടായാൽ മതി കേട്ടോ. കറി റെഡി. നിങ്ങളിൽ പലരും ചോദിക്കുന്നുണ്ടാവേ, ഈ റിൻസി എന്താണ് ഈ കാണുന്ന എല്ലാം വരച്ച് ചാറ് വെക്കുകയും തോരൻ വെക്കുകയും ചെയ്യുന്നതെന്ന്. ഈ പാവലിന്റെ ഇല ചാറ് വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ, സൂപ്പറാ. കാര്യം വെച്ചാൽ ഒരു കയ്പ് പോലും ഫീൽ ആവുന്നില്ല. നോക്കി എന്തൊരു ടേസ്റ്റ് ആണ്. 2 കാന്താരിമുളക് അരക്കുകയാണെങ്കിൽ ഒന്നും കൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇച്ചിരി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പച്ചമുളകും കാന്താരിയും കൂടെ ഞാൻ ഇട്ടത്. നമ്മുടെ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അങ്ങ് ഓഫ് ചെയ്തേക്കാം. എന്തൊരു രസമാണെന്നറിയോ. ഇത് ചെയ്ത് നോക്കിയിട്ടുള്ളവരുണ്ടോ എനിക്കറിയത്തില്ല. ഇല്ല എങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ. എന്നിട്ട് നിങ്ങൾ എന്നെ ചീത്ത വിളിച്ചോ, അത്രയും നല്ലതാ കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.